നിങ്ങളുടെ പഠന ചെലവ് ഈ എംപ്ലോയർ വഹിക്കും. കൂടാതെ നിങ്ങൾക്ക് ആ സമയത്ത് ജോലി ചെയ്യാൻ പറ്റും ഈ എംപ്ലോയറെ അടുത്ത്. ആ എംപ്ലോയർ അതിൽ നിങ്ങൾക്കൊരു ശമ്പളം തരുന്നു. ഇതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. ഒബിയസ്ലി എംപ്ലോയർ ഇത് ഫ്രീ ആയിട്ട് ചെയ്യില്ല. സ്വാഭാവികമായിട്ടും ദേ നീഡ് ദെയർ ROI. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 2 year 3 year കോൺട്രാക്ട് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അത്രയും കാലം ആ എംപ്ലോയർക്ക് വേണ്ടി വർക്ക് ചെയ്യണം. ഇതാണ് ഹൗസ് ബിൽഡിംഗ് എന്നുള്ള പ്രോഗ്രാം. പിന്നെ ഇനി ഇതിന് ശേഷം നിങ്ങൾ അവിടെ 2 വർഷം വർക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് തിരിച്ചു പോരണോ? നിങ്ങൾക്ക് തിരിച്ചു പോരാം. ഇനി നിങ്ങൾക്ക് അവിടുന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക്, ഓസ്ട്രേലിയയിലേക്കോ ലക്സംബർഗിലേക്കോ ബെൽജിയത്തിലേക്കോ ഫ്രാൻസിലേക്കോ സ്വിറ്റ്സർലൻഡിലേക്കോ നിങ്ങൾക്ക് മാറാം. കാരണം ജർമ്മനി യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും യൂറോപ്പിൽ നിങ്ങൾക്ക് എവിടെ സിറ്റിസൺഷിപ്പ് കിട്ടി, യൂറോപ്പിൽ ഐ മീൻ ഷെങ്കൻ കൺട്രിയിൽ എവിടെ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടിയാലും ആ സിറ്റിസൺഷിപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഷെങ്കൻ ഏത് രാജ്യത്തും വർക്ക് ചെയ്യാം. അതായത് 24 രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. നിലവിൽ യൂറോപ്പിൽ ഏറ്റവും പെട്ടെന്ന് PR കിട്ടുന്നത് ജർമ്മനിയിലാണ്. കാരണം നിങ്ങൾക്ക് C1 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 years നിങ്ങൾക്ക് PR കിട്ടും, സിറ്റിസൺഷിപ്പ് എടുക്കാൻ പറ്റും.